ദിനാസ് ക്രിയേറ്റീവ് സ്പേസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കാർബോക്സിൽ ഗ്രൂപ്പ് പഠിക്കാം. കാർബോക്സിൽ ഗ്രൂപ്പ് എഴുതുന്നത് ഇതുപോലെ ഉണ്ടോ, കാർബൺ പിന്നെ ഓക്സിജനായിട്ട് ഇത് ഇങ്ങനെ ഡബിൾ ബോണ്ട് വരും, പിന്നെ ഇവിടെ OH എങ്ങനെയാണ് എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, കാർബൺ 2 ഓക്സിജൻ 1 ഹൈഡ്രജൻ ഉണ്ടോ, COOH അല്ലെ, COOH. ഇങ്ങനെയാണ് കാർബോക്സിൽ ഗ്രൂപ്പിന് എഴുതുന്നത്. ഇനി നമുക്കിതിന്റെ IUPAC നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം. അതുപോലെ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഈ കാർബോക്സിൽ ഗ്രൂപ്പിലുള്ള കാർബണിന്റെ എണ്ണം കൂടി എടുക്കണം. എന്നിട്ടാണ് നമുക്കതിന് IUPAC നെയിം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് IUPAC നെയിം കൊടുക്കുമ്പോൾ ഇപ്പോൾ ആൽക്കൈൻ ആണല്ലോ ഇത് അല്ലേ, കാർബൺ സിംഗിൾ ബോണ്ടായിട്ടുള്ള ആൽക്കൈനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3 കാർബണാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രൊപ്പൈൻ എന്നല്ലേ വരുന്നത്. ഇപ്പം 3 കാർബൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്, പ്രൊപ്പൈൻ എഴുതും. അപ്പോൾ ഇവിടെ ഈ കാർബോക്സിൽ ഗ്രൂപ്പിന് നമുക്ക് പേര് കൊടുക്കുമ്പോൾ ഈ പ്രൊപ്പൈൻ എന്നുള്ളിടത്ത് E മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യണം, ഇതുപോലെ ഓയിക്, പ്രൊപ്പനോയിക് ആസിഡാണത്, പ്രൊപ്പനോയിക് ആസിഡ് ഇങ്ങനെ കൊടുക്കണം. ഇനി ഈ ഒരു കാർബൺ ചെയിൻ കണ്ടോ, ഇതിന് നമ്മൾ എങ്ങനെ IUPAC നെയിം കൊടുക്കും. അപ്പൊ നമ്മളിതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം അല്ലെ. ഇതിൽ എത്ര കാർബൺ ഉള്ളത്, 2 കാർബൺ അല്ലേ. 2 കാർബൺ ആകുമ്പോൾ നമ്മൾ പറയുന്നത് ഈഥൈൻ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഈഥൈൻ ഇങ്ങനെ ഇവിടം വരെ എഴുതണം. ഈക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഓയിക് കണ്ടോ, എത്തനോയിക് ആസിഡ് എന്നാണ് അതിന്റെ പേര്, എത്തനോയിക് ആസിഡ്. ഇനി ഇവിടെ ഈ ടേബിൾ 1, 2 ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒന്നാമത്തെ കാർബൺ ചെയിനാണ് വന്നേക്കുന്നത് ഉണ്ടോ. ഇവിടെ നമുക്ക് ഈ കാർബൺ ചെയിനിൽ നോക്കുമ്പോൾ എത്ര കാർബണാണ് വന്നേക്കുന്നത്, 1 കാർബൺ അല്ലേ. അപ്പോൾ 1 കാർബൺ ഉള്ളതിന് നമ്മൾ ഏതാ വേഡ് റൂട്ട് ഏതാ, മെത്തെന്നല്ലേ. അപ്പോൾ നമുക്ക് മീതെയിൻ എന്ന് വരുമ്പോൾ അതിന്റെ ലാസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, മെത്തനോയിക് ആസിഡ് എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ ഇതിന്റെ പേര് മെത്തനോയിക് ആസിഡ്. ഇനി ഇവിടെ വരുമ്പോഴോ 2 കാർബണാണ് വന്നേക്കുന്നത് അല്ലെ. 2 കാർബണോട് കൂടെയാണ് ഈ CO കാർബോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. 2 കാർബണാണ്. 2 കാർബൺ ആകുമ്പോൾ നമ്മൾ പറയുന്നത് ഈഥൈനാണ് അല്ലെ. അപ്പൊ ഈഥൈന്റെ ലാസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് എത്തനോയിക് ആസിഡ് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൊപ്പനോയിക് ആസിഡ് വരുമ്പോൾ നമുക്ക് അതിന്റെ കോമ്പൗണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ് വരുന്നത്, 3 കാർബൺ അല്ലേ. ഇനി അടുത്തതായിട്ട് നോക്കി അടുത്തൊരു കോമ്പൗണ്ട് കൊടുത്തേക്കുന്നുണ്ടോ. അപ്പൊ ഇതിൽ നമ്മൾ എണ്ണി നോക്കാം, എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കണം അല്ലെ. 1, 2, 3. പിന്നെ കാർബോക്സിൽ ഗ്രൂപ്പ് വന്നിട്ടുള്ളതിലും 1 കാർബൺ ഉണ്ട്. അപ്പൊ എത്ര ആകെ കാർബൺ എത്രയാ വരുന്നത്, 4 കാർബൺ ഉണ്ട് അല്ലെ. 4 കാർബൺ വന്നാൽ നമുക്ക് എന്താണെന്നറിയാം, ബ്യൂട്ടൈൻ ആണെന്നറിയാം. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ബ്യൂട്ടൈൻ. IUPAC നെയിം എഴുതുമ്പോൾ ബ്യൂട്ടൈൻ ഇങ്ങനെ വരെ എഴുതാവും, എഴുതരുത്. അതിന് പകരം നമുക്ക് അവിടെ OIC കൊടുക്കണം. അപ്പൊ ബ്യൂട്ടനോയിക് ആസിഡ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വരുന്നത്. റൈറ്റ് ഇറ്റ്സ് സ്ട്രക്ചറൽ ഫോർമുല. അപ്പൊ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ. അപ്പൊ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് വരുന്നത്, കാർബോക്സിൽ ഗ്രൂപ്പിലാണ് അല്ലേ. ഉണ്ടോ, ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, കാർബോക്സിൽ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ പറഞ്ഞാലോ ഇങ്ങനെ എഴുതണം കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല ഇതുപോലെ എഴുതണം. അത് ഇങ്ങനെ ഒരു ഹൈഫൻ ഇട്ടിട്ട് വേണം എഴുതാൻ, COOH. അതായത് കാർബൺ ചെയിനിൽ വന്ന് ഒട്ടിപ്പിടിക്കുന്നതല്ലേ ഇത്. അപ്പൊ ഇങ്ങനെ എഴുതാം സ്ട്രക്ചറൽ ഫോർമുല, ഇതുപോലെ എഴുതാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കാർബോക്സിലിക് ആസിഡ് ഓഫ് CH3COOH. അപ്പൊ ഇതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഉണ്ടോ. അപ്പൊ ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം അല്ലെ. അപ്പൊ എത്ര കാർബൺ ഉള്ളത്, 2 കാർബൺ. 2 കാർബൺ വരുമ്പോൾ ഈഥൈൻ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ IUPAC നെയിം എഴുതുമ്പോൾ ഇവിടം വരെ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം,
ഓയിക് ആസിഡ്. അപ്പൊ ഇതിന്റെ IUPAC നെയിമാണ് ഇത് എത്തനോയിക് ആസിഡ്. ഇനി നമുക്ക് ആൾഡിഹൈഡ് ഗ്രൂപ്പ്. ആൾഡിഹൈഡ് ഗ്രൂപ്പ് എഴുതുന്നത് എങ്ങനെയാണോ, ഒരു കാർബൺ ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ടാണ്, പിന്നെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ CHO എന്നാണ് എഴുതുന്നത്. CHO ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൾഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ IUPAC നെയിം കൊടുക്കുമ്പോഴോ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ ഇൻക്ലൂഡിംഗ് ദാറ്റ് ഇൻ ദ ആൽഡിഹൈഡ് ഗ്രൂപ്പ് മസ്റ്റ് ബി കൺസിഡേർഡ്. മുമ്പത്തെ പോലെ തന്നെ കാർബൺ ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ CHO ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന കാർബണിന്റെ എണ്ണം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി നമ്മൾ IUPAC നെയിം കൊടുക്കുമ്പോൾ ആൽക്കൈൻ ആണല്ലോ. അപ്പൊ ആൽക്കൈനിന്റെ ലാസ്റ്റ് വരുന്ന ഇപ്പൊ പ്രൊപ്പൈനോ ഈഥെയിനോ മീഥെയിനോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് വരുന്ന ഈ മാറ്റിയിട്ട് ഏത് ചേർക്കണം, AL എന്ന് ചേർക്കണം. അതായത് ആൽക്കൈൻ ആണെങ്കിൽ ആൽക്കൈൻ, അതായത് ആൽക്കൈൻ നമ്മൾ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഈ മാറ്റിയിട്ട് AL ചേർക്കണം, ആൽക്കനാൽ. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നേക്കുന്ന നമുക്ക് IUPAC നെയിം നമ്മൾ എങ്ങനെ എഴുതും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം അല്ലെ. ഇപ്പൊ എത്ര കാർബണാ ഉള്ളത്, ഇതൊന്ന് ഇത് രണ്ട് കാർബണാണ്. 2 കാർബൺ ആകുമ്പോൾ നമ്മൾ ഈഥെയിൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതണം, ഇവിടം വരെ എഴുതണം. എന്നിട്ട് ഈ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതണം, എത്തനോൾ. ഇതാണ് അതിന്റെ IUPAC നെയിം. ടേബിൾ 1-3 ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇവിടെ കോമ്പൗണ്ട് തന്നിരിക്കുകയാണ് അല്ലെ. കോമ്പൗണ്ട് തന്നിട്ടില്ല, നമുക്ക് IUPAC നെയിം തന്നേക്കണം ബ്യൂട്ടനാൽ എന്നാണ്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതണം, IUPAC നെയിം നമുക്ക് ബ്യൂട്ടൈൻ ആണ്. അപ്പൊ ബ്യൂട്ടൈൻ ഉണ്ട്, ബ്യൂട്ടനാൽ ആകുമ്പോൾ നമുക്കറിയാം AL തന്നാൽ അപ്പൊ മനസ്സിലാക്കണം എന്ത്, ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്ന്. അപ്പൊ ഇപ്പൊ ബ്യൂട്ടനാൽ തരുമ്പോൾ നമുക്കത് എങ്ങനെ, അതിന്റെ കോമ്പൗണ്ട് എങ്ങനെ എഴുതാൻ പറ്റും. അതായത് ബ്യൂട്ട് എന്ന് പറയുമ്പോൾ വേഡ് റൂട്ട് ബ്യൂട്ട് വരുമ്പോൾ എത്ര കാർബൺ ഉണ്ടായിരിക്കും, 4 കാർബൺ ഉണ്ടായിരിക്കും അല്ലെ. ഈ 4 കാർബണിലാണ് ഏത് വരുന്നത്, CHO എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ 4 കാർബൺ എഴുതണോ, 3 കാർബൺ ഉള്ളത് എഴുതിയിട്ട് 3 കാർബൺ ഉള്ള ചെയിൻ എഴുതിയിട്ട് അതിലൊന്ന് CHO ആയിട്ട് ആഡ് ചെയ്തല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ എഴുതും, ഇതുപോലെ 3 കാർബൺ എഴുതണം. അപ്പൊ 3 കാർബൺ ആകുമ്പോൾ ഇവിടെ നമുക്ക് CH3 ആണല്ലോ, ഇവിടെ CH2 ആണല്ലോ. അപ്പൊ ഇവിടെയും വരുന്നത് CH2 അല്ലേ. അപ്പൊ ബ്യൂട്ടനാൽ കോമ്പൗണ്ട് എഴുതാൻ പറഞ്ഞാല് ബ്യൂട്ടനാൽ ബ്യൂട്ടൈൻ നമുക്കറിയാം 4 കാർബൺ ആണ് അല്ലെ. ഇപ്പൊ ബ്യൂട്ടനാൽ വരുമ്പോ 4ാമത്തെ ആ കാർബണിന്റെ പകരം നമ്മൾ 3 കാർബൺ എഴുതിയിട്ട്, ചെയിനിൽ 3 കാർബൺ എഴുതിയിട്ട് 4ാമത്തെ നമ്മൾ COH എന്നുള്ള ആ ഫങ്ഷണൽ ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, CH3 CH2. ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് IUPAC നെയിം എങ്ങനെ എഴുതും. അപ്പൊ അതിന്റെ IUPAC നെയിം എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പൊ എത്ര കാർബണാ ഉള്ളത്, 1 2 3 കാർബൺ അല്ലെ. 3 കാർബൺ വരുമ്പോ പ്രൊപ്പൈൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആകുമ്പോൾ CHO ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ വന്നേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം, ഉണ്ടോ, PRO PAN വരെ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, AL കൊടുക്കണം, ഉണ്ടോ, പ്രൊപ്പനാൽ. ഇനി ഇവിടെ നോക്കി അടുത്തൊരു കോമ്പൗണ്ട് നമുക്ക് IUPAC നെയിമാണ് തന്നേക്കണേ, പെന്റനാൽ. അതായത് IUPAC നെയിം പെന്റനാൾന്ന് തന്നിട്ടുണ്ട്. പെന്റൈൻ വരുമ്പോൾ എത്ര കാർബണാണ് ഉണ്ടാവുന്നത്, 5 കാർബൺ അല്ലേ പെന്റൈൻ വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ CHO ഗ്രൂപ്പും കൂടെ കൂടിയിട്ടല്ലേ ഇത് 5 കാർബൺ വരുന്നത്. അപ്പൊ നമുക്കിവിടെ എത്ര കാർബൺ, ചെയിനിൽ എത്ര കാർബൺ ആദ്യം എഴുതണം, 4 കാർബണുള്ള ഒരു ചെയിൻ എഴുതി നോക്കണം. 1 2 3 4. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഹൈഡ്രജൻ കൊടുക്കാം, ഇവിടെ CH3 CH2 CH2. അപ്പൊ ഇവിടെ CH2 അല്ലേ വരുന്നത്. ഇനി ഇവിടെ അല്ലേ COH വരുന്നത്, ഉണ്ടോ. അപ്പൊ എത്ര കാർബൺ വന്നു, 1 2 3 4 5 കാർബൺ വന്നു. 5 കാർബൺ ഉള്ളതിനെ നമ്മൾ പെന്റൈന് കൊടുത്തു. അപ്പൊ പെന്റ് ഉണ്ട്, ഇവിടെ വരെ എത്തിയിട്ട് നമുക്ക് ഈയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, പെന്റനാൽ. മനസ്സിലാവുന്നുണ്ടോ. ഇതൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചു നേരം ഇരിക്കും.
കുറച്ച് റഫ് നോട്ടൊക്കെ എടുത്ത് വെച്ച് എഴുതിയിട്ട് ഇതുപോലെ എഴുതി ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് നല്ലോണം തറവായിട്ട് മനസ്സിലാവണം. എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഹാർട്ട് പഠിച്ചിട്ടൊന്നും കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇവിടുന്ന് വരുന്ന ഈ ഭാഗത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി ആൽഡിഹൈഡ് ഓഫ് CH3CHO. ഉണ്ടോ, ഇതിന്റെ IUPAC നെയിം എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കണം അല്ലെ. എത്ര കാർബണാണുള്ളത്? 2 കാർബണാണ്. അപ്പോൾ നമുക്ക് എന്ത് പേര് എഴുതും? 2 കാർബൺ എത്തുന്നല്ലേ പറയുന്നത്. അതായത് ഈ വേഡ് റൂട്ട് എത്താണ്. 2 കാർബൺ വരുന്ന ആൽക്കൈൻ ഈതേൻ AL ചേർക്കും, എത്തനാണ്. ഇതല്ലേ ഇതിന്റെ ആൻസർ വരുന്നത്.